അർജുൻ പറയുന്നുണ്ട്, അഞ്ജനാമ്മയുടെ ജീവൻ ഇപ്പോൾ ഏത് നിമിഷവും എന്തും ആകാം എന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ശത്രുപക്ഷം നിൽക്കുന്ന സ്വന്തം ഭർത്താവും കുട്ടികളുമാണ്. അവർക്ക് ഒരേ ലക്ഷ്യമേ ഉള്ളൂ, അഞ്ജനാമ്മയുടെ സ്വത്തുക്കൾ മാത്രമാണ് അവരുടെ കണ്ണ്. അത് എങ്ങനെയെങ്കിലും അവർ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അവരെന്തായാലും എന്നെ കൊല്ലില്ല മോനെ, കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ സ്വത്തുക്കളൊന്നും കയ്യിലടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഏത് സാഹചര്യം വന്നാലും ആ പേപ്പറിൽ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുത് അമ്മേ. അപ്പോൾ സ്നേഹ പറയുന്നത്, ആൻറ്റി നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ കനകേച്ചിയും പറയുന്നുണ്ട്, ഭക്ഷണത്തിന് മുന്നിൽ സ്വന്തം ബന്ധങ്ങളൊന്നുമില്ല, മനുഷ്യരേ ഉള്ളൂ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കും മോളെ എന്ന് പറയാണ്. മാധുരി നിർബന്ധിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ അഞ്ജന ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നീട് അർജുന റൂമിലേക്ക് പോവാണ്. തൊട്ടുപുറകെ തന്നെ പൂജയും പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നന്ദഗോപന്റെ വീടാണ്. അവിടെ മഹേശ്വരിയമ്മ അരുണിമയോട് സംസാരിക്കുകയാണ്. കണ്ട മോളെ കണ്ടോ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി? നീ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ സമാധാനിപ്പിച്ചു. നന്ദേട്ടൻ ആ കാര്യം വിട്ടു. പൂജമോൾ ഒരിക്കലും അഞ്ജനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ല, അമ്മ എല്ലാം സംശയിക്കുന്നതാണ് എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ അരുണിമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, ആ കമ്മീഷന്റെ കയ്യിൽ നിന്ന് എങ്ങനെ പൂജമോളെ രക്ഷിക്കും എന്നൊക്കെ. അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ്, എന്താ നീ ആലോചിക്കുന്നത്? അല്ല, ഞാനും പ്രതീക്ഷിച്ചില്ല പൂജമോൾ ഇത്രയും പെട്ടെന്ന് എടുത്തു ചാടി അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മഹേശ്വരമ്മ പറയുന്നില്ല, ഇത് എടുത്തുചാട്ടമല്ല, അതിന് തല്ലുകൊള്ളിത്തരം എന്നാണ് പറയാ. പൂജമോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, എൻ്റെ ജീവനാണ്, എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ കാണിച്ചത് എനിക്കൊട്ടും ഇഷ്ടമായില്ല. എന്തായാലും മോള് കഴിഞ്ഞിട്ടില്ലേ ചെറുമകൾ എന്നൊക്കെ പറഞ്ഞ് അരുണിമയോട് ചിരിക്കാൻ കേട്ടോ. നന്ദൻ എന്തായാലും എല്ലാവരെയും പാട്ടിലാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക, എന്നിട്ട് കുറ്റം മുഴുവൻ പൂജക്കും അർജുനും. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, മധുവും കൂടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതാണ് പറയുന്നത്, നാട്ടുകാർ അറിയുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തും, കാരണം അനിയത്തിയും മോളും ചേർന്നാണല്ലോ അഞ്ജനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, അതുകൊണ്ട് നിന്റെ കൊള്ളരുതായ്മ കൊണ്ടാണ് എന്നേ പറയും. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, അമ്മ ഇടപെട്ടത് കൊണ്ട് എന്തായാലും അവിടെ ഇവിടെ കയറ്റിയില്ലല്ലോ, പൂജയും മധുവും കൂടി കൊണ്ടുവന്നിട്ട് തന്നെ അവളെ തിരിച്ചു എത്തിച്ചു കാണും എന്ന് പറയാണ്. അപ്പോൾ മഹേഷിനെ മോർച്ച അഹങ്കാരത്തോടെ പിന്നല്ലാതെ അവർ തിരിച്ചെത്തി കാണും. അവർ വിചാരിച്ചു ഞാൻ താലിപ്പൊലിയിട്ട് അവരെ സ്വീകരിക്കുമെന്ന്. എനിക്കെന്തായാലും വലുത് എൻ്റെ മോളുടെ ജീവിതമാണ്, അത് ഇനി ഞാൻ മരിച്ചാലും അങ്ങനെ തന്നെ നിന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ഇനി നിന്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു എനിക്ക് ഈ തീരുമാനം എടുത്തത് നാൾ മുതൽ. എന്തായാലും അത് ഇവിടെ വെച്ച് ഇന്ന് ഒഴിവായി പോയല്ലോ, അതിൻ്റെ സമാധാനം എന്ന് പറയട്ടോ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ 7 അയലത്ത് പോലും ഒരു അപകടവും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയട്ടെ മഹേശ്വരി അമ്മ. ഇത് കേൾക്കുമ്പോൾ അരുണിമക്ക് സന്തോഷമാകുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട്, പക്ഷേ അമ്മ നന്ദേട്ടനൊരു പാവമാണ്, സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ മഹേശ്വരി അമ്മ പറയാം, ഇതൊക്കെ കള്ളന്മാരുടെ ഒരു മിടുക്കാണ്, ഭാര്യയെ പറ്റിക്കാൻ അവർ സമർത്ഥരായിരിക്കും. സാധാരണ ഒരു ഭർത്താവ് ഭാര്യമാരെ വെറുതെ പുകഴ്ത്തുകയില്ല, എന്നാൽ കള്ളന്മാരാണെങ്കിൽ ഭാര്യമാരെ പുകഴ്ത്തി മേലോട്ടെത്തിക്കും, തേനെ പാലെ എന്നൊക്കെ വിളിക്കും. ഇതിൽ ഭാര്യമാർ അങ്ങ് മഴങ്ങും. നിനക്കും സംഭവിച്ചത് അത് തന്നെയാണ്. നന്ദൻ ഇവിടെ എല്ലാവരെയും പറ്റിച്ചു, പക്ഷെ ഈ മഹേശ്വരിയെ മാത്രം അവന് പറ്റിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാൻ. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, അമ്മ എനിക്ക് എൻ്റെ ജീവിതം കൈവിട്ടു പോകുമോ? ഒരുപാട് നാൾ അവിടെ ഇവിടെയും അലഞ്ഞു ജീവിച്ചു, ഇപ്പോഴാണ് ഞാനൊന്ന് ജീവിച്ചു തുടങ്ങിയത്. ദൈവം എന്നെ കൈവിട്ട് കളയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മഹേശ്വരമ്മ പറയുന്നുണ്ട്, ദൈവം കൈവിട്ട് കളഞ്ഞാലും ഞാൻ നിന്നെ കൈവിടില്ല, ഒരു അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ദൈവം പോലും തോറ്റുപോകും എന്നൊക്കെ പറയാണ്. അപ്പോൾ അരുണിമ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടി അഞ്ജനയെ പോയെന്ന് കാണട്ടെ, എൻ്റെ ജീവിതം തകർക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് അരുണിമ പറയട്ടെ. അപ്പം മഹേശ്വരമ്മ പറയുന്നുണ്ട്, നീ അങ്ങനെ അവരുടെ മുന്നിൽ പോയി ഞാൻ കൊന്നു കളയും നിന്നെ. നീ മഹേശ്വരിയുടെ മോളാണ്, ഭർത്താവിൻ്റെ കാമുകിക്ക് മുന്നിൽ സ്വന്തം ജീവിതം തകരാതിരിക്കാൻ കൈകൂപ്പി നിൽക്കുന്നോ നീ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകും എന്ന് പറയാൻ കേട്ടോ. നീ നോക്കിക്കോ, അവൾ ഇവിടെ വന്ന് കാലു പിടിക്കും, എല്ലാത്തിനും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മോൾക്ക് ഒന്നിനും വിഷമിക്കേണ്ടി വരില്ല എന്നൊക്കെ പറയാൻ അരുണിമയോട്. ഇത് കേൾക്കുമ്പോൾ അരുണിമ ഒന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ്. അവിടെ മാധുരി മധുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധുരി ചോദിക്കുക, നീ ഇപ്പം എന്തിനാണ് അഞ്ജനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾ നന്ദേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനിരിക്കുക എന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ മധു പറയുന്നുണ്ട്, അവരുടെ അവസ്ഥ അത്രയ്ക്ക് പരിതാപകരമായിരുന്നു ചേച്ചി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവിടുത്തെ അവസ്ഥ അതിന് പരിതാപകരമാണ് മധു. ഇപ്പോൾ തന്നെ അഖിൽ വന്ന് എൻ്റെ തലയിൽ തീ കോരിയിട്ടാ പോയത്. കനകേച്ചിയും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ മധു പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ മാധുരി ചേച്ചി, നന്ദേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ അവിടെ ബഹളം ഉണ്ടാക്കിയതും കൊന്നു എന്ന് കരുതിയത് അവിടെ നിന്നും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാണ്. അപ്പോൾ കനകേച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്കിൽ ആ സ്നേഹസദനത്തിൽ കൊണ്ടുപോയി ആക്കിയൂടായിരുന്നോ? അപ്പോൾ മധു പറയുന്നതിന്, അതിലും ഭേദം ആ ഹോസ്പിറ്റലിൽ തന്നെ കഴിയുകയായിരുന്നില്ലേ? ഞങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് അഞ്ജന ചേച്ചി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അഞ്ജന ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ കമ്മീഷണറുടെ തണുപ്പിക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളി എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പക കൂടുകയല്ലേ ചെയ്യൂ എന്ന് മധു പറയാൻ കേട്ടോ. അപ്പോൾ മാധുരി പറയുന്നത്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ നീ കാണിച്ചത് വല്ലാത്തൊരു എടുത്തുചാട്ടമായി പോയി. ഞങ്ങളോടൊന്ന് ഫോൺ വിളിച്ചെങ്കിലും ചോദിക്കാമായിരുന്നു. ഇതിപ്പോൾ എല്ലാവരെയും അവഹേളിക്കുന്ന പോലെ ആയില്ലേ? അപ്പോൾ മധു പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അഞ്ജന ചേച്ചിയെ അവരുടെ ഹസ്ബൻഡ് കൊല്ലാനിരിക്കുകയായിരുന്നു. 5 മിനിറ്റ് എങ്ങാനും വൈകിയിരുന്നെങ്കിൽ അവർ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. അപ്പോൾ
മാധുരി പറയുന്നത് നീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, പക്ഷേ ഇന്ന് വരെ നമുക്ക് എല്ലാമായ നമ്മുടെ അമ്മ ഇനി ഈ പടി ചവിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. മാത്രവുമല്ല അമ്മ ആജീവനാന്തം നമ്മുടെ ശത്രുപക്ഷത്തായിരിക്കും. അരുണിമ ചേച്ചിയുടെ മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും? ഇങ്ങനെയൊക്കെ മാധുരി പറയാണ്ട്. അപ്പം മധു പറയുന്നുണ്ട് അതെല്ലാം മാറും ചേച്ചി. അഞ്ജന ചേച്ചിയുമായി കുറച്ച് ദിവസം ഇടപഴകുമ്പോൾ നിങ്ങൾക്കെല്ലാം കാര്യം മനസ്സിലാകും, അന്ന് എല്ലാവരും മാറ്റി ചിന്തിക്കും എന്ന് പറയാണ്. അപ്പോൾ മാധുരി പറയുന്നുണ്ട് ശരി, നീ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിക്കാം, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇന്ന് തന്നെ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് കഴിയോ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ മധുവിനൊന്നും പറയാനില്ല കേട്ടോ. മധു പറയുന്നുണ്ട് ഞാൻ നല്ല ആവേശത്തിലായിരുന്നു. മാധുരി ചേച്ചിൻ്റെ ഓരോ സംസാരം കേട്ട് ഞാനാകെ തളർന്നു പോവുകയാണ്. പൂജയോടൊപ്പം ഞാനും നിന്നു, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക എന്ന് പറയാണ്. അപ്പം മാധുരി ചോദിക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും മധുവിനൊന്നും പറയാനില്ല, ഇപ്പോഴൊന്നും പറയാനില്ല അല്ലേ, ദൈവമേ ഇനി എന്തൊക്കെയാകും എന്നാർക്കുമ്പോൾ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ മാധുരി. പിന്നീട് കാണിക്കുന്നത് സ്നേഹ അഞ്ജനയ്ക്കുള്ള ബെഡൊക്കെ റെഡിയാക്കി വിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. സ്നേഹ പറയുന്നത് ഇതൊക്കെയാണ് ആൻറ്റി ജീവിതം, നമ്മൾ ഓരോന്ന് പ്രതീക്ഷിക്കും, നടക്കുന്നത് നേരെ വിപരീതവും. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളാണ്, പക്ഷേ നാളെ നമ്മൾ എണീക്കുമോ എന്ന കാര്യത്തിന് സംശയമാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഓർക്കാറില്ല മോളെ, ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയ ഒരു അച്ഛൻ്റെ മോൾ തന്നെയാണ് ഞാനും, ഒരുപാട് ചിട്ടയോടും അച്ചടക്കത്തോടും പ്രതീക്ഷയും വളർന്നവൾ തന്നെയാണ് ഞാനും. പക്ഷേ ഒരു പ്രണയത്തിൻ്റെ പേരിൽ എൻ്റെ അച്ഛനെ ഞാൻ ചതിച്ചപ്പോൾ അവിടെ തകർന്നത് എൻ്റെ പ്രതീക്ഷകൾ, ആ കുടുംബത്തിൻ്റെ അഭിമാനവുമെല്ലാമാണ് മോളെ എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ നമുക്ക് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്, പക്ഷേ ആൻറ്റി നോ പറയേണ്ടടുത്ത് നോ പറയണമായിരുന്നു എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നത് ഞാൻ പറഞ്ഞില്ല മോളെ, ഞാൻ അത്രമാത്രം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു നന്ദേട്ടനെ, ഇപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയും ആയി എന്നൊക്കെ പറയാണ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്തായാലും അർജുനേട്ടനും പൂജേച്ചിയും അഞ്ജനാൻറ്റിയുടെ കൂടെയുള്ളത് കൊണ്ട് ധൈര്യമായിട്ട് നിൽക്കാം, ആൻറ്റിയും സന്തോഷമായിട്ട് തന്നെ ജീവിക്കും എന്ന് പറയാൻ കേട്ടോ. എനിക്കൊന്നും വേണ്ട മോളെ, എനിക്ക് എൻ്റെ മോളെ കണ്ടെത്തി അവളുടെ കൂടെ ജീവിക്കണം, ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, അത് അർഹതപ്പെട്ടവർക്ക് ഞാൻ നൽകും, പക്ഷേ എനിക്ക് എൻ്റെ മോളെ കൂടെ സമാധാനമായി ജീവിക്കണം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ. അവസാനം സ്നേഹ പറയുന്നുണ്ട് ആൻറ്റി ഒരു കാര്യം എന്തായാലും ഞാൻ മുൻകരുതലായിട്ട് പറയുകയാണ്, അച്ഛമ്മ ആൻറ്റി വീട്ടിലുണ്ട് എന്നറിയുന്ന ആ നിമിഷം ഇവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ആൻറ്റി അത് കേട്ടൊന്ന് തകരരുത് എന്ന് പറയാണ്. അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല മോളെ, ഞാൻ കാരണം അർജുനും പൂജയും എല്ലാവരും ശത്രുക്കളായി മാറുമോ എന്ന ഭയമാണ് എനിക്ക്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് പൂജേച്ചി ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് അർത്ഥമുണ്ടായത്, എല്ലാവരുടെ മനസ്സിലും പൂജേച്ചിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെ ഓരോ പൂജയുടെ കാര്യങ്ങൾ പറയാണ്. അപ്പം അഞ്ജന പറയുന്നുണ്ട് പൂജയെ പോലെ തന്നെ നിനക്കും നല്ലൊരു മനസ്സുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ബന്ധവുമില്ലാത്ത എനിക്ക് വേണ്ടി നീ ബെഡ് റെഡിയാക്കുന്നു, എനിക്ക് വേണ്ടി സംസാരിക്കുന്നു ഒക്കെ പറയാണ്. അപ്പോൾ നമ്മളെല്ലാം മനുഷ്യരല്ലേ ആൻറ്റി, ഇവിടെ എന്ത് മുജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയാൻ കേട്ടോ സ്നേഹ. എന്തായാലും ആൻറ്റി കിടക്കെ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പൂജയും അർജുൻ്റെയും റൂമിലാണ് കേട്ടോ. പൂജ പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിലാണ് ഞാൻ അഞ്ജനാമ്മയെ കണ്ടുമുട്ടിയത് അജുവേട്ടാ, അതുകൊണ്ട് ഇവിടെ കൊണ്ടുവരല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എനിക്ക് മുന്നിൽ. മാത്രമല്ല അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പ്രതികരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പറയാം കേട്ടോ. അപ്പോൾ അർജുൻ ചോദിക്കുന്നത് താൻ കരുതിയോ അച്ഛമ്മ അഞ്ജനയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന്? അച്ഛമ്മയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രുമാണ് ഇപ്പോൾ അഞ്ജന ആൻറ്റി, എനിക്കതിലല്ല വിഷയം, മധുവാൻറ്റിയും കൂടെ നിന്നതിലാണ്. പൂജ പറയുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലും അല്പം മനുഷ്യത്വമുണ്ടോ അജുവേട്ടാ, മധുവാൻറ്റി ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട്. എന്തായാലും നീയും മധുവാൻറ്റി ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്, പക്ഷെ അഞ്ജനാമ്മ ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂജ പറയുന്നുണ്ട് അതൊക്കെ അച്ഛനും അമ്മൻ്റെയും പെരുമാറ്റത്തിനനുസരിച്ച് നിൽക്കും അജുവേട്ടാ. അപ്പോൾ അർജുൻ പറയാണ് അച്ഛനും അമ്മയും അച്ഛമ്മയെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, അല്ലാതെ ആൻറ്റിയോടുള്ള ദേഷ്യമല്ല. പൂജ പറയുന്നുണ്ട് എല്ലാം ഒന്ന് കളഞ്ഞു തെറിഞ്ഞ് നന്നായാൽ മതിയായിരുന്നു, ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക എന്ന് പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എല്ലാത്തിനും പിന്നിൽ കമ്മീഷണറെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അതിനെല്ലാം പിന്നിൽ ആ പ്രിയയാണ്. വസന്തരംഗൻ നന്നായിട്ട് അവളെ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അറിയേണ്ടത് അവൾ ആരൊക്കെ കാണാൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട് അത് വസന്തരംഗങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോയിലില്ലേ ആൾ ആരാണെന്ന്, അവൻ ആരാണെന്ന് കണ്ടുപിടിച്ച ഇനി മതിയാവും, എങ്കിലേ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനാകൂ എന്ന് അർജുൻ പറയാൻ കേട്ടോ. അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്തായാലും അഞ്ജനാമ്മയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കണ്ടെത്തിയേ മതിയാകൂ. അപ്പോൾ അർജുൻ പറയാണ് നമുക്ക് അച്ഛമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദൗത്യം. അരുണിമാമയും അച്ഛമ്മയും ഈ കാര്യം അതിൻ്റെതായ രീതിയിലെടുത്താൽ നമ്മൾ പകുതി വിജയിച്ചു എന്നാണ് അർത്ഥം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അവിടെ കുഞ്ഞു കരയാണ്. ആ സമയത്ത് പൂജ പറയുന്നുണ്ട് ഈ പ്രായത്തിൽ നമ്മുടെ മോളെ നഷ്ടപ്പെടൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, അതല്ല ഇപ്പോൾ അഞ്ജനാമ്മയുടെ അവസ്ഥ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ അമ്മയുടെ മനസ്സിലുള്ള വേദന എത്ര ആയിരിക്കും അജുവേട്ട എന്നൊക്കെ പൂജ പറയാണ്. അങ്ങനെ പൂജയും അർജുനും അഞ്ജനയുടെ അന്നത്തെ ഒരു അവസ്ഥയോ മാനസികാവസ്ഥയെക്കുറിച്ചോ അങ്ങനെ സംസാരിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്നേഹയുടെ അഖിൽ പറയുന്നുണ്ട് അഞ്ജന അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ല,
അത് നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളെയൊക്കെ ഇല്ലാതാക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇതറിഞ്ഞാൽ അച്ഛമ്മ ഇതിന് എന്തായിരിക്കും നടപടിയെടുക്കുക? അരുണിമാൻറ്റിക്ക് എത്ര വിഷമമാവും മനസ്സിൽ. അവരുടെ ജീവിതം വെച്ചല്ലേ എല്ലാവരും കൂടി ഈ കളിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, അഖിലിനെ സംശയിക്കുന്നത് പോലെ അങ്ങനെ സ്ത്രീയല്ല അവരൊരു പാവമാണ്. ഒരുപാട് ദുരന്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു സ്ത്രീയാണ് അവർക്കൊരിക്കലും ഒരു കുടുംബം നശിപ്പിക്കാനുള്ള പവറൊന്നും ഇല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, പക്ഷേ റാണിയെ നമ്മളെല്ലാവരും ശരിക്കും അറിഞ്ഞതാണല്ലോ. എങ്ങനെയായാലും അവരുടെ മകൾ തന്നെയല്ലേ റാണിയും. അവളും തിരിച്ചു വന്നാൽ ഇതുപോലെ ആയിരിക്കുമോ നിൽക്കുക? ഉള്ളതിനെല്ലാം അവൾ പ്രതികാരം ചെയ്യില്ലേ? അവൾ നിന്ന സമയത്ത് തന്നെ എന്തെല്ലാം കാണിച്ചു കൂട്ടി ഇവിടെ എന്നൊക്കെ പറയാണ്. എന്തായാലും നമ്മുടെ കുടുംബത്തിൻ്റെ അടുത്ത പ്രശ്നം തുടങ്ങാൻ പോവുകയാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ പറയട്ടെ അഖിൽ. പിന്നീട് കാണിക്കുന്നത് അഞ്ജന പൂജയുടെ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവരെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരാൻ കേട്ടോ. അങ്ങനെ കഥകിന് മുട്ടുന്നുണ്ട്. അപ്പം അർജുൻ ഡോർ തുറന്ന് കൊടുക്കാൻ കേട്ടോ. വരൂ അഞ്ജനാമ്മ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ്. അങ്ങനെ അഞ്ജന, പൂജയുടെ കുഞ്ഞിനെ ഞാൻ കണ്ടില്ല, എനിക്ക് ആ കുഞ്ഞിനെ കാണണം. എത്ര ആയാലും ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ സ്റ്റാർട്ടിങ് ഞാനും ഉണ്ടായിരുന്നല്ലോ അവളോടൊപ്പം. അതുകൊണ്ട് അവളെ എനിക്കും കാണണം. എന്നെ അവൾക്ക് അല്പം പരിചയമെന്തെങ്കിലും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് സ്നേഹത്തോടെ തന്നെ കുഞ്ഞിനെ നോക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, നീ ഭാഗ്യം ചെയ്തവളാണ് മോളെ. ഇത്രയും സ്നേഹനിധിയായ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ പറ്റിയല്ലോ. എൻ്റെ റാണിമോളും ഇപ്പോൾ ഒരു അമ്മയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്കെൻ്റെ മോളെയും എൻ്റെ കുഞ്ഞിനെയും ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് കാണണം എൻ്റെ റാണിമോളെയും അവളുടെ കുഞ്ഞിനെയും എന്നൊക്കെ പറയാൻ കേട്ടോ അഞ്ജന. അപ്പോൾ അർജുനും പൂജയും പറയുന്നുണ്ട്, അഞ്ജനാമ്മ വിഷമിക്കാതിരിക്കുക, എല്ലാത്തിനും പരിഹാരമുണ്ടാകും. ഉടൻ തന്നെ റാണിയെ കണ്ടെത്താനും അവളുടെ കുഞ്ഞിനെ കാണാനൊക്കെയുള്ള ഭാഗ്യം അഞ്ജനാമ്മയ്ക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ.